ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൈനാപ്പിൾ പായസത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കിയാലോ. വീഡിയോയിലൂടെ പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുകയുള്ളൂ. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു പൈനാപ്പിളിൻ്റെ പകുതി ഞാൻ ഇതേപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ പൈനാപ്പിൾ നന്നായിട്ട് വെന്ത് വരുന്ന സമയത്ത് നമുക്കൊരു അടുപ്പത്തേക്ക് പാല് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഞാനിതിലേക്ക് ഒരു 750 പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ മധുരത്തിന് ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് ചൗരി വേവിച്ചതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ആ വെള്ളത്തോട് കൂടി തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി ചൗരി പാലൊക്കെ ഒന്ന് കുറുകി വരട്ടെ. ഇടയ്ക്ക് ആ പൈനാപ്പിളും കൂടി കുക്കായിട്ടുണ്ടോയെന്ന് ഞാൻ നോക്കുകയാണ്. എന്നിട്ട് ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ വറുത്ത റവയാണ്, ഏത് റവ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനൊരു വറുത്ത റവയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് റവയൊക്കെ വെന്തൊന്ന് കുറുകി വരട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ പൈനാപ്പിൾ ഇവിടെ നന്നായിട്ട് ആ വെള്ളമൊക്കെ പഞ്ചസാരയൊക്കെ മെൽറ്റായിട്ട് ആ വെള്ളമൊക്കെ വറ്റി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു സ്പൂൺ കൊണ്ട് ഇതേപോലെ ഒന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ കണ്ടല്ലോ, നമ്മുടെ പാലും ചൗവരിയും ഒക്കെ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഈ പൈനാപ്പിൾ ഈ മിക്സിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഈ പൈനാപ്പിളും ഈ പാലിൻ്റെ മിക്സും എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ നെയ്യിലേക്ക് കാഷ്യൂനട്ടും കിസ്മിസും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പായസം ഇവിടെ തയ്യാറായിട്ടുണ്ട്. പൈനാപ്പിൾ പായസം റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നേരത്തെ നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള കുറച്ച് പൈനാപ്പിളിൻ്റെ പീസും കൂടി ഇട്ടിട്ട് ഞാനിവിടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.